شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي من خشيته ترعد السماء وسكانها وترجف الأرض وعمارها وتموج البحار ومن يسبح في غمراتها. സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്ന് നമുക്ക് സൂറത്തു മുഹമ്മദിലെ 35-ാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം ഖിറാഅത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولن يتركم أعمالكم. ഒരു തവണ കൂടെ. أعوذ بالله من الشيطان الرجيم. فلا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولن يتركم أعمالكم. വാക്കർത്ഥങ്ങൾ: ഫലാ തഹിനു, ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. വതദുഉ ഇലസ്സൽമി വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ നിങ്ങൾ സന്ധിക്കു ക്ഷണിക്കുകയും ചെയ്യരുത്. വല്ലാഹു മഅക്കും, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. വലൻ യത്തിറക്കും, അവൻ നഷ്ടപ്പെടുത്തുകയില്ല. അഅമാലക്കും, നിങ്ങളുടെ കർമ്മഫലങ്ങൾ. മുഴുവനായി അർത്ഥം പറഞ്ഞാൽ, ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്കു ക്ഷണിക്കുകയും ചെയ്യരുത്. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്കൊരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. ഇനി തഫ്സീറിലേക്ക് വന്നാൽ, തൊട്ടു മുമ്പത്തെ ആയത്തുകളിൽ അവിശ്വാസികളെയും വിശ്വാസികളെയും പറ്റി വിശദീകരിച്ചതിന് ശേഷം വിശ്വാസികളോട് അല്ലാഹു പ്രത്യേകം ചില കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. കപടന്മാർ അവരുടെ അമലുകൾ നിഷ്ഫലമാക്കിയതുപോലെ നിങ്ങളും നിങ്ങളുടെ അമലുകളെ പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ അല്ലാഹു ഉപദേശിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ചില ഉപദേശങ്ങളാണ് അല്ലാഹു തുടർന്നു വരുന്ന ഈ ആയത്തിൽ വിശ്വാസികൾക്ക് നൽകുന്നത്. അഥവാ ശത്രുക്കളുമായി യുദ്ധമുഖത്തു വെച്ച് ഏറ്റുമുട്ടുമ്പോൾ, അവരെ കണ്ടുമുട്ടുമ്പോൾ ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ചില സംഗതികളാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത് ഫലാ തഹിനു ഐ ലാ തളുഫു അനിൽ അഅദാഇ, നിങ്ങൾ ശത്രുക്കളുടെ മുമ്പിലെത്തുമ്പോൾ ദുർബലന്മാരാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലന്മാരാകരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വതദുഉ ഇലസ്സൽം,
നിങ്ങൾ അവരെ സന്ധിക്ക് ക്ഷണിച്ചുകൊണ്ട് അവരോട് രാജിയായിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താവതല്ല. എങ്ങനെയായിരിക്കുമ്പോൾ വ അൻതുമുൽ അലൗൻ, നിങ്ങൾക്ക് ശത്രുക്കളെക്കാൾ മേൽക്കോയ്മ ലഭിച്ച സന്ദർഭത്തിൽ, ശത്രുക്കളെക്കാൾ നിങ്ങൾ ശക്തന്മാരും നിങ്ങളുടെ അടുക്കൽ യുദ്ധക്കോപ്പുകളും ഉണ്ടായിരിക്കവേ ഒരിക്കലും നിങ്ങൾ അവരോട് രാജിക്ക് പോകരുത്. അവിടെ പോരാടണം. ശക്തി കാണിക്കേണ്ടുന്ന സ്ഥലത്ത് ശക്തി കാണിക്കുക തന്നെ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുന്നത്. എന്നിട്ട് അതിന് വിശ്വാസികൾക്കൊരു പ്രേരണ കൂടെ നൽകുകയാണ്. വല്ലാഹു മഅക്കും, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. വലൻ യത്തിറക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളൊന്നും നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളൊന്നും അല്ലാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഗ്ദാനത്തിലൂടെ യുദ്ധമുഖത്ത് പോരാടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് അപാരമായ ധൈര്യവും ശക്തമായ ഒരു സമാധാനവും മനസ്സമാധാനവും നൽകുകയും ചെയ്യുമെന്നത് തീർച്ചയാണ്. എന്നാൽ ഇനി ശത്രുക്കളുമായി വല്ല സന്ധിക്കും ഏർപ്പെടുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മസ്ലഹത്തുണ്ടാകണം, അതിൽ എന്തെങ്കിലും ഒരു ഉപകാരം കാണേണ്ടതുണ്ട്. അതെങ്ങനെയാണ് തീരുമാനിക്കുക? ആ സംഘത്തിലെ നേതാവ് കൃത്യമായി വിഷയം പഠിക്കുകയും യുദ്ധം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അവരോട് സന്ധി ചെയ്താൽ യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന ഉപകാരത്തേക്കാൾ വലിയ ഉപകാരമാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയുകയാണെങ്കിൽ മാത്രം അവിടെ മസ്ലഹത്ത് പറ്റുമെന്നുള്ളതാണ്. അതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടു കൂടെയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും മക്കയിൽ നിന്നും പുറത്താക്കി മദീനയിൽ ഒരുപാട് കാലം അവർ ജീവിച്ചതിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ വിവരം ഖുറൈശികളെ, മക്കയിലെ മുശ്രിക്കുകളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിനെ ആദ്യഘട്ടത്ത് തടയുകയാണ്. ഹുദൈബിയ സന്ധി എന്ന പേരിലൊക്കെ ആ സംഭവം പ്രസിദ്ധമാണല്ലോ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികൾ മദീനയിൽ നിന്നും പുറപ്പെട്ടു. പക്ഷേ അവിടെ വിലക്കുകയാണ്. 10 വർഷത്തിന് മക്കയിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ ക്ഷമ കൈകൊണ്ട് അവിടെ മക്കയിലേക്ക് പ്രവേശിക്കാതെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അതിൽ പല സ്വഹാബിമാർക്കും വിമ്മിഷ്ടമുണ്ടായിട്ട് കൂടെ അതാണ് മസ്ലഹത്ത് എന്ന് മനസ്സിലാക്കിയ നബിതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ക്ഷമിക്കുകയും അവരുടെ ആ കൽപ്പന അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മുസ്ലിം പക്ഷത്തിൻ്റെ ഇമാമുമാർക്ക് യുദ്ധം അല്ലെങ്കിൽ ശത്രുക്കളുമായുള്ള വല്ല ഇടപാടും നിർത്തിവെക്കണമെന്ന് അവർക്ക് മസ്ലഹത്തായി തോന്നുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഉന്നതന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ശത്രുവിൻ്റെ മുമ്പിൽ അടിയറവ് വെക്കരുത്, അവൻ്റെ മുമ്പിൽ ദുർബലരാകരുത് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട്: വമൻ യതവല്ലല്ലാഹ വറസൂലഹ വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. വമൻ യതവല്ലല്ലാഹ വറസൂലഹ, വല്ലവനും അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും അതുപോലെ തന്നെ വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും മിത്രമായി സ്വീകരിക്കുന്നുവെങ്കിൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ കക്ഷിയുണ്ടല്ലോ അവർ തന്നെയാണ് വിജയം നേടുന്നവർ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കക്ഷികൾക്കാണ് വിജയമെന്ന് പ്രഖ്യാപിക്കുക വഴി ശത്രുക്കളോട് പൊരുതണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ശ്രമിക്കേണ്ട ആവശ്യമില്ല, വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നു തന്നെയാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും എതിരു നിൽക്കുന്നവരോട് യുദ്ധമുഖത്ത് വെച്ച് കാരുണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ആദർശത്തിൽ
കണിശമായി ഉറച്ചു നിൽക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുക തന്നെ വേണമെന്ന് മറ്റൊരു ആയത്തിലൂടെ സൂറത്തുൽ മുജാദിലയുടെ 22-ാമത്തെ ആയത്തിലൂടെയും അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും. അവർ ആ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആരായിരുന്നാൽ പോലും ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വ അയ്യദഹും ബിറൂഹിൻ മിൻഹു. അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു ഉലൈക ഹിസ്ബുല്ലാ. അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ. അതുപോലെ തന്നെ വിശ്വാസികളാണോ, നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ എന്നും പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളാണ് ഉന്നതന്മാർ, വിശ്വാസമാണ് വലുത് എന്നൊക്കെ പറയുന്നതിലൂടെ, ആ വാഗ്ദാനത്തിലൂടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് അവൻ്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് പോരാടാൻ അവന് ഉന്മേഷമുണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തിൽ വലൻ യത്തിറക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ സൽക്കർമ്മങ്ങൾ ഒരിക്കലും അള്ളാഹു പൊളിച്ചു കളയുകയില്ല. വലൻ യുഹ്ബിതഹ വയുബ്തിലഹ, അതിനെ നഷ്ടപ്പെടുത്തുകയില്ല, അതിനെ ബാത്തിലാക്കി കളയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. കാരണം തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ അമലുകൾ നഷ്ടപ്പെട്ട ആളുകളെപ്പറ്റി പറഞ്ഞു. കാഫിറുകൾ, മുനാഫിക്കുകൾ, അവരുടെ അമലുകളൊക്കെ അള്ളാഹു നിഷ്ഫലമാക്കുമെന്നാണല്ലോ മുമ്പത്തെ ആയത്തുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കിയത്. എന്നാൽ വിശ്വാസിയാണോ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പാഴാക്കാതെ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് നൽകും എന്നുകൂടെയാണ് അള്ളാഹു പറയുന്നത്. വിശിഷ്യ യുദ്ധമുഖത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പോരാടാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് ഈ ആയത്തിലൂടെ വ്യക്തമാക്കി തരുകയാണ്. ഇനി ഈ ആയത്തിലേക്ക് വന്നാൽ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അള്ളാഹു പ്രധാനമായി കൊണ്ടും അടിവരയിട്ട് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ദുർബലരാകരുത്, വഹന് ഉണ്ടാകരുത്, നിങ്ങൾ ശക്തരായിക്കൊണ്ട് പോരാടുക, വിശ്വാസത്തോടുകൂടെ ക്ഷമിച്ചു നിന്നുകൊണ്ട് ദുർബലരാകാതെ പോരാടുക. അതാണ് ഒന്നാമതായി കൊണ്ട് അള്ളാഹു ഉപദേശിക്കുന്നത്. രണ്ടാമത്, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. വല്ലാഹു മഅക്കും ഐ അന്നല്ലാഹ മഅഹും ഫഇന്നഹും മുഅ്മിനൂൻ. വിശ്വാസികളുടെ കൂടെ അള്ളാഹു ഉണ്ട്. വല്ലാഹു മഅൽ മുഅ്മിനീൻ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, എത്ര വലിയ ദുരിതമാണെങ്കിലും പ്രയാസമാണെങ്കിലും അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട്. എങ്ങനെയൊക്കെ? ബിൽ ഔനി വൻ നസ്രി വത്തഈദ്, സഹായം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെയുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. മൂന്നാമത്തെ ഒരു സംഗതി, നിങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ല. നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. പ്രത്യേകിച്ച് ജിഹാദ് എന്ന ഏറ്റവും വലിയ അഫ്ളലുൽ അഅമാലിലേക്കാണ് വിശ്വാസികൾ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കാനില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നന്മയാണ്, എല്ലാത്തിനും കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട് എന്നും അള്ളാഹു വ്യക്തമാക്കി തരികയാണ്. ഈ ജിഹാദിൽ
ഏർപ്പെടുന്ന യോദ്ധാക്കൾക്കുള്ള നേട്ടത്തെപ്പറ്റി സൂറത്തു തൗബയുടെ 120 ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. മാക്കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അർ റസൂലില്ലാഹ് വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സിഹി. മദീനക്കാർക്കും അവരുടെ ചുറ്റുമുള്ള അഅറാബികൾക്കും അള്ളാഹുവിൻ്റെ ദൂതനെ വിട്ട് പിന്മാറി നിൽക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യം അവഗണിച്ചുകൊണ്ട് അവരവരുടെ സ്വന്തം കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കാനോ പാടില്ല. ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ദാഹവും ക്ഷീണവും വിശപ്പും നേരിടുകയോ ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح. അവിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന വല്ല സ്ഥാനത്തും അവർ കാൽവെക്കുകയോ ശത്രുവിന് വല്ല നാശവും ഏൽപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം അതുകാരണം അവർക്ക് ഒരു സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായും സുഹൃതം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നാണ്. ഈ ആയത്ത് പ്രത്യേകമായി പറയുന്നത് യുദ്ധരണാങ്കണത്താണ്. യുദ്ധത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് അവിശ്വാസികൾക്ക് പ്രകോപനമുണ്ടാക്കുന്ന ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെല്ലാം പ്രതിഫലം ഉണ്ട് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇനി ഈ ആയത്തിൽ പറഞ്ഞ 3 സംഗതികളും നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഉന്മേഷം എവിടെ നിന്ന് ലഭിക്കാനാണ്? അപ്പോൾ മാനസികമായും ശാരീരികമായും ഒരു വിശ്വാസിയെ ഉന്മേഷഭരിതനാക്കാനാണ് അള്ളാഹു ഈ ആയത്ത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ ആയത്തിലൂടെ അള്ളാഹു അതാണ് ലക്ഷ്യമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ സ്മരിക്കേണ്ടതുണ്ട്. ഒരിക്കലും ശത്രുക്കളുമായി യാതൊരുവിധ സന്ധി സംസാരവും പാടില്ല, അങ്ങനെ ചെയ്തുകൂടാ എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ അത് മുസ്ലിമീങ്ങളുടെ ദുർബല മനസ്ഥിതിയിൽ നിന്ന് ഉണ്ടാകുന്നതാവരുത്. ദുർബലരായിട്ട് നിവൃത്തികേടുകൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് മുസ്ലിമീങ്ങളുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ശത്രുക്കളോട് സന്ധി ചേരുന്നതാണ് ഖൈർ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നും ഫുഖഹാക്കൾ പറഞ്ഞു തന്നതായിക്കൊണ്ട് അവർ എഴുതി വെച്ചതായിക്കൊണ്ടൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതായിരുന്നാലും ഈ ആയത്തും അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധമുഖത്ത് വിശിഷ്യ മുഅ്മിനീങ്ങളെ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി അള്ളാഹു ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.